ഈ വിഷയം ചരിത്രത്തിലെ അധികാരത്തിന്റെ ഇരുണ്ടതും നിഗൂഢവുമായ മുഖത്തെയാണ് അനാവരണം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ഇവയാണ്. സൗമ്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കുന്ന സ്ത്രീ ഭരണാധികാരികളിൽ ചിലർ അധികാരം നിലനിർത്താനോ വിപുലീകരിക്കാനോ വേണ്ടി നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളെയും ശിക്ഷാമുറകളെയും ഇത് സൂചിപ്പിക്കുന്നു. പുരുഷമേധാവിത്വമുള്ള കാലഘട്ടത്തിൽ പിടിച്ചുനിൽക്കാൻ ഇവർ സ്വീകരിച്ച കടുത്ത മാർഗങ്ങൾ പലപ്പോഴും ക്രൂരതയായി മുദ്രകുത്തപ്പെട്ടു. പുറംലോകം അറിയാതെ കൊട്ടാരങ്ങളുടെ ഉള്ളറകളിൽ നടന്ന ഗൂഢാലോചനകൾ, വിഷപ്രയോഗങ്ങൾ, നിഗൂഢമായ മരണങ്ങൾ, വിചിത്രമായ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനയാണിത്. യാഥാർത്ഥ്യവും കെട്ടുകഥയും, പലപ്പോഴും ശത്രുക്കൾ പറഞ്ഞുപരത്തിയ കഥകളും യഥാർത്ഥ ചരിത്രവും തമ്മിലുള്ള വേർതിരിക്കാനാവാത്ത അവസ്ഥ ഇവരുടെ ജീവിതം ഭയവും കൗതുകവും നിറഞ്ഞ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു. ചുരുക്കത്തിൽ, അധികാരമോഹവും പകയും എങ്ങനെ ചരിത്രത്തെ രക്തപങ്കിലമാക്കി എന്നും അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണിത്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായ റാണിമാരെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ രഹസ്യങ്ങളെക്കുറിച്ചും താഴെ വിവരിക്കുന്നു. അധികാരത്തിനും സൗന്ദര്യത്തിനും പ്രതികാരത്തിനും വേണ്ടി ഇവർ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ ചരിത്രത്തിൽ ചോരകൊണ്ട് എഴുതപ്പെട്ടവയാണ്. ഹംഗറിയിലെ ഉന്നത പ്രഭുകുടുംബത്തിൽ ജനിച്ച എലിസബത്ത് ബാത്തോറി അധികാരവും പണവും ക്രൂരതയ്ക്കായി ഉപയോഗിച്ച സ്ത്രീയായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 16 നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 17 നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിരുന്നു ഇവരുടെ ഭരണകാലം. ഗിന്നസ് റെക്കോർഡ്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയ സ്ത്രീ, മോസ്റ്റ് പ്രൊലിഫിക് ഫീമെയിൽ മർഡറർ എന്ന കുപ്രസിദ്ധി ഗിന്നസ് വേൾഡ് റെക്കോർഡിലൂടെ ഇവരുടെ പേരിലാണ്. ഇരകൾ ഏകദേശം 600നും 650നും ഇടയിൽ യുവതികളെ ഇവർ കൊലപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ കൊട്ടാരത്തിൽ വേലയ്ക്കായി എത്തിയിരുന്ന ദരിദ്രരായ കർഷക പെൺകുട്ടികളായിരുന്നു ഇരകൾ. എന്നാൽ പിന്നീട് ഉന്നതകുലജാതരായ പെൺകുട്ടികളെയും നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനെന്ന വ്യാജേന കൊട്ടാരത്തിൽ എത്തിച്ചു കൊലപ്പെടുത്തിയിരുന്നു. പീഡനമുറകൾ, ഇവരുടെ പീഡനരീതികൾ അങ്ങേയറ്റം പൈശാചികമായിരുന്നു. ഇരകളെ പട്ടിണിക്കിടുക, ശരീരം മുഴുവൻ തേൻ പുരട്ടി ഉറുമ്പുകൾക്കും പ്രാണികൾക്കും തിന്നാൻ ഇട്ടുകൊടുക്കുക, പഴുപ്പിച്ച ഇരുമ്പ് ഹോട്ട് ഐറൺസ് ഉപയോഗിച്ച് പൊള്ളിക്കുക, മഞ്ഞുകാലത്ത് വെള്ളമൊഴിച്ച് മരവിപ്പിച്ചു കൊല്ലുക തുടങ്ങിയവയായിരുന്നു പ്രധാന രീതികൾ. യുവത്വം നിലനിർത്താനുള്ള ഭ്രമം, എലിസബത്ത് ബാത്തോറിയെക്കുറിച്ച് ഏറ്റവും പ്രചാരത്തിലുള്ള കഥ അവർ സ്വന്തം സൗന്ദര്യവും യുവത്വവും നിലനിർത്താൻ കന്യകമാരായ പെൺകുട്ടികളുടെ രക്തത്തിൽ കുളിക്കുമായിരുന്നു, ബ്ലഡ് ബാത്ത് എന്നതാണ്. രക്തം ചർമ്മത്തിന് തിളക്കം നൽകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നത്രേ. യാഥാർത്ഥ്യം, ആധുനിക ചരിത്രകാരന്മാർ ഈ കഥയെ ഒരു മിത്ത് അഥവാ കെട്ടുകഥയായാണ് കാണുന്നത്. ബാത്തോറിയുടെ ശത്രുക്കളും അന്നത്തെ രാഷ്ട്രീയ എതിരാളികളും ചേർന്ന് അവരെ ഒരു പിശാചായി ചിത്രീകരിക്കാൻ പ്രചരിപ്പിച്ചതാകാം ഈ രക്തസ്നാന കഥ. എന്നിരുന്നാലും അവർ നടത്തിയ ശാരീരിക പീഡനങ്ങളും കൊലപാതകങ്ങളും സത്യമാണെന്ന് കോടതി രേഖകൾ തെളിയിക്കുന്നു. ഉന്നതകുലജാതരായ പെൺകുട്ടികളെ കൊലപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് രാജാവിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിയത്. അന്വേഷണത്തിൽ ബാത്തോറിയുടെ ക്രൂരതകൾ പുറത്തുവന്നു. ശിക്ഷ, പ്രഭുകുടുംബാംഗമായതുകൊണ്ട് അവർക്ക് വധശിക്ഷ നൽകിയില്ല, പകരം സ്വന്തം കൊട്ടാരത്തിലെ ഒരു മുറിയിൽ അവരെ ജീവിതാവസാനം വരെ തടവിലാക്കി ജനലുകളും വാതിലുകളും ഇഷ്ടിക വെച്ച് അടച്ചു. വുസെറ്റിയാനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വിശദമായി താഴെ നൽകുന്നു. ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും തന്ത്രശാലിയും എന്നാൽ ക്രൂരയുമായ ഭരണാധികാരിയായാണ് ഇവരെ കണക്കാക്കുന്നത്. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ചക്രവർത്തിനി. ചൈനീസ് ചരിത്രത്തിൽ പുരുഷന്മാർ മാത്രം അലങ്കരിച്ചിരുന്ന ചക്രവർത്തി എന്ന പദവിയിലേക്ക് സ്വന്തം തന്ത്രങ്ങളിലൂടെ എത്തിച്ചേർന്ന ഏക വനിതയാണ് വുസെറ്റിയാൻ. ടാങ് രാജവംശക്കാലത്താണ് ഇവർ അധികാരം പിടിച്ചെടുത്തത്. വുസെറ്റിയാൻ രാജാവിന്റെ ഒരു സാധാരണ പത്നി മാത്രമായിരുന്നു. പ്രധാന രാജ്ഞിയാകാൻ അവർ ആഗ്രഹിച്ചു. ഇതിനായി അവർ കണ്ടെത്തിയ മാർഗം അതിക്രൂരമായിരുന്നു. അവർക്ക് ജനിച്ച മനോഹരമായ പെൺകുഞ്ഞിനെ ആരും കാണാതെ സ്വന്തം കൈകൾ കൊണ്ട് കഴുത്തുഞെരിച്ചു കൊന്നു. ഇതിനു തൊട്ടുമുമ്പ് അന്നത്തെ രാജ്ഞിയായ വാങ് കുഞ്ഞിനെ സന്ദർശിച്ചിരുന്നു. കുഞ്ഞു മരിച്ചതറിഞ്ഞ രാജാവ് ഗാവോ സോങ് ഇത് അസൂയ മൂലം രാജ്ഞി ചെയ്തതാണെന്ന് വിശ്വസിച്ചു. വുസെറ്റിയാന്റെ അഭിനയവും കണ്ണീരും രാജാവിനെ കൊണ്ട് രാജ്ഞിയെ സ്ഥാനഭ്രഷ്ടയാക്കാനും വുസെറ്റിയാനെ പുതിയ രാജ്ഞിയായി വാഴിക്കാനും പ്രേരിപ്പിച്ചു. സാധാരണ അമ്മമാർ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ വുസെറ്റിയാൻ മക്കളെ അധികാരത്തിനുള്ള തടസ്സമായാണ് കണ്ടത്. തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് തോന്നിയ നിമിഷം സ്വന്തം മകനായ കിരീടാവകാശി ലീ ഹോങ്ങിനെ വിഷം കൊടുത്തു കൊന്നതായി വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു മകനായ ലീ സിയാനെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി നാടുകടത്തി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. സ്വന്തം രക്തത്തെക്കാൾ വലുത് സിംഹാസനമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട പഴയ രാജ്ഞിയെയും രാജാവിന്റെ മറ്റൊരു പത്നിയെയും വുസെറ്റിയാൻ വെറുതെ വിട്ടില്ല. അവരുടെ കൈകാലുകൾ ഛേദിച്ച് വീഞ്ഞു നിറച്ച വലിയ പാത്രങ്ങളിൽ മുക്കി
ഇനി ഇവരുടെ എല്ലുകൾ വരെ വീഞ്ഞിൽ കുതിരട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. കൊട്ടാരത്തിൽ ആരെങ്കിലും തനിക്കെതിരെ സംസാരിച്ചാൽ അവരെ മന്ത്രവാദം ആരോപിച്ചു വധിക്കുന്നത് ഇവരുടെ രീതിയായിരുന്നു. ഇതിനായി ഒരു പ്രത്യേക രഹസ്യ പോലീസ് സംവിധാനം തന്നെ ഇവർക്കുണ്ടായിരുന്നു. എതിരാളികളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ഈ സംവിധാനം അവർ ഉപയോഗിച്ചു. ചുരുക്കത്തിൽ ചൈനയെ ശക്തമായൊരു സാമ്രാജ്യമാക്കി മാറ്റുന്നതിൽ വു സെറ്റിയാൻ വിജയിച്ചെങ്കിലും ആ വിജയത്തിന് പിന്നിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെയും ബന്ധുക്കളുടെയും ചോരയുടെ കറയുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. അധികാരമോഹം ഒരു വ്യക്തിയെ എത്രത്തോളം ക്രൂരയാക്കാം എന്നതിന്റെ ഉദാഹരണമാണിവർ. 1828 മുതൽ 1861 വരെ മഡഗാസ്കർ ഭരിച്ച റാനവലോണ രാജ്ഞി സ്വന്തം ജനതയുടെ മേൽ അഴിച്ചുവിട്ട ക്രൂരതകൾ കാരണമാണ് മഡഗാസ്കറിലെ ഭ്രാന്തി എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. വിദേശീയരുടെ സ്വാധീനം മഡഗാസ്കറിലെ പാരമ്പര്യത്തെ നശിപ്പിക്കുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ യൂറോപ്യന്മാരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും നാടിനെ പുറംലോകത്തു നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തുമതം സ്വീകരിച്ച സ്വന്തം നാട്ടുകാരെ ഇവർ വേട്ടയാടി. മതം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവരെ അതിക്രൂരമായാണ് കൊന്നത്. ഉയരമുള്ള മലമുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞുകൊല്ലുക, തിളച്ച വെള്ളത്തിലോ ടാറിലോ മുക്കിക്കൊല്ലുക, ജീവനോടെ കുഴിച്ചുമൂടുക തുടങ്ങിയവയായിരുന്നു ശിക്ഷാരീതികൾ. റാനവലോണയുടെ ഭരണത്തിലെ ഏറ്റവും ഭയാനകമായ കാര്യമായിരുന്നു തങ്കേന എന്ന വിഷപ്പഴം ഉപയോഗിച്ചുള്ള വിചാരണ. മോഷണമോ രാജ്യദ്രോഹമോ ആരോപിക്കപ്പെട്ടാൽ പ്രതിയെക്കൊണ്ട് ഈ വിഷപ്പഴത്തിന്റെ സത്ത് നിർബന്ധിച്ച് കഴിപ്പിക്കും. കൂടെ കോഴിയുടെ തോലുകൊണ്ടുള്ള 3 കഷ്ണങ്ങളും വിഴുങ്ങണം. വിഷം കഴിച്ച് ഛർദ്ദിക്കുകയും അതിലൂടെ വിഴുങ്ങിയ കോഴിയുടെ തോൽ പുറത്തുവരികയും ചെയ്താൽ അയാൾ നിരപരാധിയായി കണക്കാക്കപ്പെടും. ഛർദ്ദിക്കാതിരിക്കുകയോ വിഷം ബാധിച്ച് മരിക്കുകയോ ചെയ്താൽ അയാൾ കുറ്റവാളിയാണെന്ന് വിധിക്കും. യഥാർത്ഥത്തിൽ നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളാണ് ഈ വിഷം കഴിച്ചു മരിച്ചത്. ഒരു വർഷം ശരാശരി 3000 പേർ വരെ ഈ ഒരൊറ്റ ആചാരം കാരണം മരിച്ചിരുന്നതായി കണക്കുകൾ പറയുന്നു. കൂട്ടക്കൊല, തുടർച്ചയായ യുദ്ധങ്ങൾ, നിർബന്ധിത അടിമപ്പണി, പട്ടിണി, രോഗങ്ങൾ, പിന്നെ തങ്കേന പരീക്ഷണം എന്നിവ കാരണം ഇവരുടെ 33 വർഷത്തെ ഭരണകാലത്ത് മഡഗാസ്കറിലെ ജനസംഖ്യ 50 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി കുറഞ്ഞു. ചുരുക്കത്തിൽ സ്വന്തം അധികാരം നിലനിർത്താനും പാരമ്പര്യം സംരക്ഷിക്കാനും വേണ്ടി റാനവലോണ സ്വീകരിച്ച മാർഗങ്ങൾ സ്വന്തം ജനതയുടെ വംശനാശത്തിന് തന്നെ കാരണമാകുന്ന രീതിയിലുള്ളതായിരുന്നു. ഇംഗ്ലണ്ടിലെ മേരി ഒന്നാമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി താഴെ നൽകുന്നു. ചരിത്രത്തിൽ ബ്ലഡി മേരി എന്ന വിളിപ്പേര് ഇവർക്ക് ലഭിച്ചത് വെറുമൊരു ഭരണാധികാരി എന്ന നിലയിലല്ല, മറിച്ച് മതവിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ നരനായാട്ടിന്റെ പേരിലാണ്. മതഭ്രാന്തും മാനസിക സംഘർഷവും നിറഞ്ഞ ജീവിതം. ഹെൻറി 8 രാജാവിന്റെ മകളായ മേരി 1553 ഇംഗ്ലണ്ടിന്റെ അധികാരം ഏറ്റെടുക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് മതം ശക്തമായിരുന്ന ഇംഗ്ലണ്ടിനെ തിരികെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കത്തോലിക്ക സഭയോട് കൂറുപുലർത്താത്തവരെയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവരെയും മതവിരോധികൾ എന്ന് മുദ്രകുത്തി മേരി വേട്ടയാടി. വെറുതെ കൊല്ലുകയായിരുന്നില്ല, മറിച്ച് പൊതുസ്ഥലത്ത് വെച്ച് ജീവനോടെ കത്തിക്കുകയായിരുന്നു. എതിർപ്പുകളെ ഭയം കൊണ്ട് അടിച്ചമർത്താനാണ് അവർ ശ്രമിച്ചത്. 5 വർഷം മാത്രം നീണ്ടുനിന്ന ഭരണത്തിൽ 300ഓളം പേരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി. ഇതിൽ സാധാരണക്കാർ മുതൽ ഉന്നത മതപുരോഹിതന്മാർ വരെ ഉണ്ടായിരുന്നു. ഈ ക്രൂരതയാണ് പിന്നീട് കോക്ടെയിലിനും കുട്ടികളുടെ പ്രേതകഥകൾക്കും വരെ ബ്ലഡി മേരി എന്ന പേര് വരാൻ കാരണമായത്. അനന്തരാവകാശിക്ക് വേണ്ടിയുള്ള മോഹം. ഇംഗ്ലണ്ടിനെ കത്തോലിക്ക രാജ്യമായി നിലനിർത്താൻ മേരിക്ക് സ്വന്തമായി ഒരു കുഞ്ഞ് അത്യാവശ്യമായിരുന്നു. കുഞ്ഞില്ലെങ്കിൽ തനിക്ക് ശേഷം അധികാരം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായ സഹോദരി എലിസബത്തിലേക്ക് പോകുമെന്ന് അവർ ഭയന്നു. ഈ കടുത്ത ആഗ്രഹം ഇവരെ ഒരു മാനസിക വിഭ്രാന്തിയിൽ എത്തിച്ചു. അവർ ഗർഭിണിയാണെന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു. വയറു വീർത്തുവരികയും ഗർഭകാലത്തെ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. രാജ്യം മുഴുവൻ ഒരു ഇളം രാജകുമാരനെ കാത്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞ് ജനിച്ചില്ല. അത് വെറുമൊരു ഇല്ലാത്ത ഗർഭം അഥവാ മാനസികമായ തോന്നൽ മാത്രമായിരുന്നുവെന്നും വയറ്റിലുണ്ടായിരുന്നത് അസുഖമായിരുന്നുവെന്നും പിന്നീട് തെളിഞ്ഞു. ഈ സംഭവം മേരിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യയാക്കി. ഈ മാനസികാഘാതവും അപമാനവും അവരെ കൂടുതൽ കഠിനഹൃദയാക്കി മാറ്റി. തനിക്ക് പറ്റിയ തെറ്റിനും ദുരന്തത്തിനും അവർ മറ്റുള്ളവരോട് പക തീർത്തത് ക്രൂരമായ ഭരണത്തിലൂടെയായിരുന്നു. 1558 മേരി മരിച്ചപ്പോൾ ദുഃഖിക്കുന്നതിന് പകരം ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ആഹ്ലാദിക്കുകയായിരുന്നു. ഫ്രഞ്ച് ചരിത്രത്തിൽ അധികാരത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ കറുത്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച രാജ്ഞിയായാണ് കാതറിൻ ഡി മെഡിസി അറിയപ്പെടുന്നത്. ഇറ്റലിയിലെ പ്രശസ്തമായ മെഡിസി കുടുംബത്തിൽ ജനിച്ച കാതറിൻ
ഫ്രാൻസിലെ രാജാവ് ഹെൻറി രണ്ടാമന്റെ ഭാര്യയായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം തന്റെ 3 മക്കളെയും രാജാക്കന്മാരാക്കി പിന്നിൽ നിന്ന് അധികാരം നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു. 1572 നടന്ന ഈ സംഭവം ഖാദറിന്റെ ക്രൂരതയുടെ പാരമ്യമായാണ് കണക്കാക്കുന്നത്. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനെന്ന വ്യാജേന പ്രൊട്ടസ്റ്റന്റ് നേതാക്കളെ പാരീസിലെ ഒരു രാജകീയ വിവാഹത്തിന് ക്ഷണിച്ചുവരുത്തി. ആഘോഷങ്ങൾക്കിടയിൽ ഖാദറിന്റെ അറിവോടും സമ്മതത്തോടും കൂടി കത്തോലിക്ക സൈന്യം പ്രൊട്ടസ്റ്റന്റുകാരെ ആക്രമിച്ചു. ആ രാത്രി പാരീസിലെ തെരുവുകൾ രക്തം കൊണ്ടു ചുവന്നു. ആയിരക്കണക്കിന് നിരപരാധികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. തന്റെ മകന്റെ മനസ്സ് മാറ്റി ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിടുവിച്ചത് ഖാദറിൻ ആയിരുന്നു. ഖാദറിനെക്കുറിച്ചുള്ള ഏറ്റവും ഭയാനകമായ കഥകളിൽ ഒന്ന് വിഷം പുരട്ടിയ കയ്യുറകൾ ആണ്. നവാരയിലെ രാജ്ഞിയായിരുന്ന ജീൻ ഡി ആൽബ്രറ്റിനെ ഇല്ലാതാക്കാൻ ഖാദറിൻ സുഗന്ധം പുരട്ടിയ മനോഹരമായ കയ്യുറകൾ സമ്മാനമായി കൊടുത്തു. ആ കയ്യുറകൾ ധരിച്ചതോടെ വിഷം ശരീരത്തിൽ കലർന്ന് അവർ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖാദറിൻ ഫ്രാൻസിലേക്ക് വന്നപ്പോൾ കൂടെ ഇറ്റലിയിൽ നിന്നുള്ള വിഷവിദഗ്ധരെയും മന്ത്രവാദികളെയും കൊണ്ടുവന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ പരസ്യമായി കൊല്ലുന്നതിന് പകരം ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ വിഷം കലർത്തി നിശബ്ദമായി കൊലപ്പെടുത്തുന്നതിൽ ഇവർ വിദഗ്ധരായിരുന്നു. പ്രശസ്ത പ്രവാചകൻ നോസ്ട്രാഡേമസ് ഇവരുടെ കൊട്ടാരത്തിലെ ജ്യോതിഷിയായിരുന്നു എന്നത് ഇവരുടെ ജീവിതത്തിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മക്കളുടെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി വിഷവും വാളും ചതിയും ഒരുപോലെ ഉപയോഗിച്ച കറുത്ത രാജ്ഞി, ദ ബ്ലാക്ക് ക്വീൻ, ആയിരുന്നു കാതറിൻ ഡി മെഡിസി. ബൈസന്റൈൻ സാമ്രാജ്യം ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു ഏഥൻസിലെ ആരീൻ. ഭർത്താവായ ലിയോ നാലാമന്റെ മരണശേഷം മകൻ കോൺസ്റ്റന്റൈൻ ആറാമനു വേണ്ടി പകരക്കാരിയായി ഭരണം തുടങ്ങി. എന്നാൽ അധികാരം കൈവിടാൻ അവർ ഒരുക്കമായിരുന്നില്ല. മകൻ കോൺസ്റ്റന്റൈൻ വലുതാവുകയും അധികാരം ചോദിക്കുകയും ചെയ്തതോടെ ആരീൻ അപകടം മണത്തു. 1797 അവർ നടത്തിയ അട്ടിമറിയിലൂടെ സ്വന്തം മകനെ പിടികൂടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നടന്നത് ഇവിടെയാണ്. കോൺസ്റ്റന്റൈൻ ജനിച്ച അതേ മുറിയിൽ വെച്ച് അമ്മയുടെ ഉത്തരവ് പ്രകാരം ഭടന്മാർ അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. കാഴ്ചശക്തി നഷ്ടപ്പെട്ട് ജീവിതാവസാനം വരെ തടവിലാവുകയും ചെയ്തു. അങ്ങനെ സ്വന്തം മകനെ എന്നേക്കുമായി ഇരുട്ടിലാക്കി ആരീൻ സിംഹാസനം ഉറപ്പിച്ചു. എന്തുകൊണ്ട് അന്ധനാക്കി? വെറുതെ കൊല്ലുന്നതിന് പകരം കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാരണമുണ്ടായിരുന്നു. ബൈസന്റൈൻ പാരമ്പര്യമനുസരിച്ച് ശാരീരികമായി അംഗവൈകല്യമുള്ള, പ്രത്യേകിച്ച് അന്ധനായ ഒരാൾക്ക് ചക്രവർത്തിയാകാൻ അർഹതയില്ല. ദൈവം തിരഞ്ഞെടുക്കാത്തതുകൊണ്ടാണ് അംഗവൈകല്യം വന്നത് എന്നായിരുന്നു വിശ്വാസം. ഈ നിയമത്തെ കൂട്ടുപിടിച്ചാണ് ആരീൻ മകനെ സിംഹാസനത്തിൽ നിന്ന് അകറ്റിയത്. മകനെ നീക്കം ചെയ്ത ശേഷം ആരീൻ സ്വയം വിശേഷിപ്പിച്ചത് രാജ്ഞി എന്നല്ല, മറിച്ച് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ചക്രവർത്തി എന്ന പദവി ഉപയോഗിച്ചാണ്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഭരിക്കുന്നത് അന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നതിനാൽ പുരുഷനെപ്പോലെ അധികാരം പ്രകടിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ചുരുക്കത്തിൽ, അധികാരം എന്നത് ഒരു ലഹരിയാണെന്നും അതിനുവേണ്ടി സ്വന്തം ചോരയെപ്പോലും ക്രൂരമായി ഇല്ലാതാക്കാൻ മടിക്കാത്ത മനസ്സു ആരീനുണ്ടായിരുന്നുവെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. കീവ്, ഇന്നത്തെ ഉക്രൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഭരിച്ചിരുന്ന ഓൾഗ തന്റെ ഭർത്താവായ ഇഗോർ രാജകുമാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഡ്രെവ്ലിയൻസ് എന്ന ഗോത്രവർഗത്തോട് ചെയ്ത പ്രതികാരമാണ് ഇവിടെ വിഷയം. ഭർത്താവിനെ കൊന്ന ഡ്രെവ്ലിയൻസിന്റെ നഗരമായ ഇസ്കോറോസ്റ്റൺ പിടിച്ചടക്കാൻ ഓൾഗയ്ക്ക് സാധിച്ചില്ല. അതിനാൽ അവർ ഒരു ഉടമ്പടി മുന്നോട്ടുവെച്ചു. നിങ്ങൾ എനിക്ക് വലിയ കപ്പമൊന്നും തരേണ്ട, ഓരോ വീട്ടിൽ നിന്നും 3 പ്രാവുകളെയും 3 കുരുവികളെയും മാത്രം തന്നാൽ മതി, ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് അവർ പറഞ്ഞു. സമാധാനം ആഗ്രഹിച്ച ജനങ്ങൾ സന്തോഷത്തോടെ പക്ഷികളെ നൽകി. എന്നാൽ രാത്രിയായപ്പോൾ ഓൾഗ തന്റെ സൈനികരോട് ആ പക്ഷികളുടെ കാലിൽ സൾഫർ പുരട്ടിയ തുണി കെട്ടിവെച്ച് തീകൊളുത്താൻ ഉത്തരവിട്ടു. പറത്തിവിട്ട പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരികെ പറന്നു. വൈക്കോലും തടിയും കൊണ്ട് ഉണ്ടാക്കിയ വീടുകൾക്ക് തീപിടിച്ചു. നിമിഷനേരം കൊണ്ട് ആ നഗരം മുഴുവൻ ഒരു വലിയ തീഗോളമായി മാറി. രക്ഷപ്പെടാൻ ഓടിവന്നവരെ ഓൾഗയുടെ സൈന്യം പിടികൂടി വധിക്കുകയോ അടിമകളാക്കുകയോ ചെയ്തു. ഓൾഗയുടെ ഏറ്റവും വലിയ ആയുധം വാളായിരുന്നില്ല, മറിച്ച് അവരുടെ ബുദ്ധിയായിരുന്നു. താൻ ക്ഷമിച്ചു എന്ന് ശത്രുക്കളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷികളെ ചോദിച്ചപ്പോൾ അത് ഒരു നിസ്സാര കാര്യമായി ശത്രുക്കൾ കണ്ടു. എന്നാൽ ആ നിസ്സാര സമ്മാനമാണ് തങ്ങളുടെ വംശത്തെ മുഴുവൻ ചാമ്പലാക്കാൻ പോകുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ചുരുക്കത്തിൽ, ശത്രുവിന്റെ പ്രതീക്ഷകളെ തന്നെ അവർക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റിയ പ്രതികാരത്തിന്റെ പര്യായമാണ് ഓൾഗ രാജകുമാരി. സ്നേഹവും പകയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് ഇവരുടെ ജീവിതം തെളിയിക്കുന്നു.
ഇവരിൽ പലരും സ്വന്തം രാജ്യത്തെ ശക്തമാക്കിയവരാണ്. പക്ഷേ അതിനായി അവർ ഒഴുക്കിയ രക്തം കാരണം ചരിത്രം അവരെ ഭരണാധികാരികൾ എന്നതിലുപരി മോൺസ്റ്റേഴ്സ് ആയാണ് പലപ്പോഴും വിലയിരുത്തിയത്. ചുരുക്കത്തിൽ, കിരീടത്തിന്റെ ഭാരം ഒരു മനുഷ്യനെ എത്രത്തോളം മൃഗതുല്യനാക്കാം എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങളാണ് ഈ ക്രൂരരായ റാണിമാർ. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതുതരം കഥകൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റിൽ ഇടുക.